ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ മൊഡ്യൂളാണ്. നാലാമത്തെ മൊഡ്യൂൾ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റങ്ങളെക്കുറിച്ചാണ്. ബ്രേക്ക് സിസ്റ്റം. അപ്പോൾ അതിൽ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യാനും അതേപോലെ മാസ്റ്റർ സിലിണ്ടർ, വീൽ സിലിണ്ടർ, അതുപോലെ ഡ്രം ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക്, അതുപോലെ പവർ അസിസ്റ്റഡ് ബ്രേക്സ്, ഇത്രയാണ് അതിനകത്ത് സിലബസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഡ്രം ബ്രേക്ക്, ഒരു ഡിസ്ക് ബ്രേക്ക് അസംബ്ലി കാണാം, ഇവിടെ ഒരു ഡ്രം ബ്രേക്ക് അസംബ്ലി കാണാം. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഒരു ഡിസ്ക് ബ്രേക്ക് അസംബ്ലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് അസംബ്ലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു ഡിസ്ക് ബ്രേക്ക് അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാസ്റ്റ് ആൻഡ് ഒരു ഡിസ്ക് ഉണ്ടായിരിക്കും, അതിന് മുകളിൽ എന്തുണ്ടായിരിക്കും, ഒരു കാലിപ്പർ അസംബ്ലി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീൽ ഹബിലേക്കായിരിക്കും ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ ഈ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ബോൾട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാലിപ്പർ എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി ആയിട്ടുള്ളൊരു മെമ്പറായിരിക്കും. അതുപോലെ തന്നെ കാലിപ്പർ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള വാഹനത്തിൻ്റെ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കായിരിക്കും കാലിപ്പർ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആക്സിൽ കേസിംഗ് ഓർ സ്റ്റെപ്പ് ആക്സിൽ, അതായത് കാലിപ്പർ എവിടേക്കൊക്കെ കണക്ട് ചെയ്യാം, ആക്സിൽ കേസിങ്ങിലേക്ക് അല്ലെങ്കിൽ സ്റ്റെപ്പ് ആക്സിലേക്ക്. കാലിപ്പർ ഈസ് കാസ്റ്റ് ഇൻ 2 പീസ്, രണ്ട് പാർട്സുകളായിട്ടാണ് കാലിപ്പർ നമ്മൾ കാസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈച്ച് പാർട്ട് കണ്ടെയ്നിങ് എ പിസ്റ്റൺ, ഓരോ പാർട്ടിലും എന്തുണ്ടായിരിക്കും, ഒരു പിസ്റ്റൺ കണ്ടെയ്ൻ ചെയ്ത്, മിനിമം ഒരു പിസ്റ്റൺ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്ത എന്താണ്, ഈ ഒരു ഡിസ്ക് ബ്രേക്ക് അസംബ്ലിയുടെ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. അതായത് മാസ്റ്റർ സിലിണ്ടറിൽ നിന്നും വരുന്ന ആ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ ഡ്രിൽഡ് ഹോളുകൾ വഴി ഈ രണ്ട് ഭാഗത്തേക്കുമായിട്ട് എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പിസ്റ്റണെ രണ്ട് ഭാഗത്തേക്കുമാക്കി നീക്കി ഈ ഡിസ്കിൻ്റെ കറക്കത്തിന് സ്റ്റോപ്പ് ചെയ്ത് വാഹനത്തിൻ്റെ, അതായത് ആ വീലിൻ്റെ കറക്കത്തിന് സ്റ്റോപ്പ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഡിസ്ക് ബ്രേക്കുകൾ ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ ഈച്ച് പിസ്റ്റൺ ആൻഡ് ഡിസ്ക്, ഓരോ പിസ്റ്റൻ്റെ ഡിസ്കിൻ്റെ ഇടയിൽ എന്താ, ദർ ഈസ് എ ഫ്രിക്ഷൻ പാഡ് ഹെൽഡ് ഇൻ പൊസിഷൻ ബൈ റീറ്റൈനിങ് പിൻസ്, സ്പ്രിംഗ് പ്ലേറ്റ് എക്സെട്ര. സോ ഇവിടെ എന്തുണ്ടായിരിക്കും, ഒരു ഫ്രിക്ഷൻ പാഡ് ഉണ്ടായിരിക്കും. ആ ഫ്രിക്ഷൻ പാഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസ്കിൻ്റെ കറക്കത്തിന് സ്റ്റോപ്പ് ചെയ്യുന്നത്. പാസേജസ് ആർ ഡ്രിൽഡ് ഇൻ കാലിപ്പർ, അല്ലേ? ഇതിലൂടെ അങ്ങനെ പാസേജസ് ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രില്ല് ചെയ്ത പാസേജസ് എന്തിനു വേണ്ടിയിട്ടാണ്, ഫ്ലൂയിഡ് ഇതിനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്, എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്ലൂയിഡിന് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് യഥാർത്ഥത്തിൽ ഈ പാസേജസ് കൊടുക്കുന്നത്. ദർ ഈസ് ആൾസോ എ പാസേജ് ഫോർ ബ്ലീഡിംഗ് പ്രോസസ്സ്. എന്താണ് ഈ ബ്ലീഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്? ബ്ലീഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിനകത്ത് എയറിൻ്റെ പ്രസൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രേക്ക് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ബ്ലീഡിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നതും എവിടെ ഉണ്ടായിരിക്കും, കാലിപ്പറിന് മുകളിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കാലിപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്ന ഈ ഒരു അസംബ്ലിയെ നമ്മൾ കാലിപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. ഫിക്സഡ് കാലിപ്പറും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് കാലിപ്പറും. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് കാലിപ്പറിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സ്വിങ്ങിങ് കാലിപ്പറും അതുപോലെ സ്ലൈഡിംഗ് കാലിപ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാലിപ്പർ ഹൗസസ് ദ ബ്രേക്ക് പാഡ് ആൻഡ് പിസ്റ്റൺസ്. കാലിപ്പറാണ് എന്ത് ചെയ്യുന്നത്, മൊത്തം ആ ബ്രേക്ക് പാഡിനെയും ആ പിസ്റ്റനെ എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഭാഗം എന്ന് പറയുന്നത് കാലിപ്പറാണ്. ബേസിക്കലി ദർ ആർ 2 ടൈപ്സ്, ഫിക്സഡ് ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ടൈപ്പ്. അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുകയും ചെയ്തു. ഓക്കെ, അടുത്തത് ഡ്രം ബ്രേക്കുകളാണ്. ഡ്രം ബ്രേക്കുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്. അപ്പോൾ ഡ്രമ്മാണ് നമ്മൾ ഈ പുറമേ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഡ്രമ്മാണ്. അത് വീലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഉൾഭാഗത്ത് എന്ത് വരുന്നുണ്ട്, ഒരു ബ്രേക്ക് ഷൂ വരുന്നുണ്ട്, അടുത്തൊരു ബ്രേക്ക് ഷൂ വരുന്നുണ്ട്. ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആങ്കർ ചെയ്തിട്ടുണ്ട്. സോ ബ്രേക്ക് ഷൂകൾ ഒരു റീറ്റൈനിങ് സ്പ്രിങ് ഉപയോഗിച്ച് നമ്മൾ 2 ബ്രേക്ക് ഷൂകളും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എപ്പോഴാണോ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്, ആ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 ബ്രേക്ക് ഷൂകൾ എന്ത് ചെയ്യും, 2 ഭാഗത്തേക്കായി നീങ്ങും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലൈനർ ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസിൽ പോയി വരികയും ഡ്രമ്മിൻ്റെ കറക്കത്തിന് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. സോ ഇവിടെ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തും ആവാം, അല്ലേ? ഇവിടെ നമ്മളൊരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ ഒരു വീൽ സിലിണ്ടർ ആയിരിക്കും. ഒരു എയർ ബ്രേക്ക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എസ് ക്യാം ആയിരിക്കും. അതേപോലെ ഒരു മെക്കാനിക്കൽ ബ്രേക്ക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാം ആയിരിക്കും, ഒരു ടോഗിളോ അല്ലെങ്കിൽ ഒരു ക്യാമോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ഏത് ബ്രേക്ക് സിസ്റ്റമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മാറ്റങ്ങൾ വരും. സോ ഈ ബ്രേക്ക് ഷൂ എടുത്തു കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഷൂവിൻ്റെ ഈ മേൽഭാഗത്തിന് നമ്മൾ ടോ എന്നും ഈ താഴ്ഭാഗത്തിന് നമ്മൾ ഹീൽ എന്നും പറയും. ഇതിൻ്റെ മോൾ ഭാഗത്തുള്ള ഈ ലൈനർ നമ്മൾ ബ്രേക്ക് ഷൂവിലേക്ക് കണക്ട് ചെയ്യുന്നത് റിവറ്റ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ലൈനർ തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഷൂ ലൈനർ അടക്കമുള്ള അസംബ്ലിയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ റീറ്റൈനിങ് സ്പ്രിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ 2 ബ്രേക്ക് ഷൂകളെയും ബ്രേക്ക് അപ്ലൈ ചെയ്യാത്ത സമയങ്ങളിൽ ഡ്രമ്മിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്.
സാധാരണ ഈ ബ്രേക്ക് ലൈനർ എന്ന് പറയുന്നത് ആസ്പെറ്റോസ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സാധാരണ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. ഈ അഡ്ജസ്റ്റർ എന്ന് പറയുന്നത് ഈ ലൈനറിൻ്റെ തേയ്മാനത്തിനനുസരിച്ച് നമുക്ക് ഈ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ബ്രേക്ക് ലൈനറിൻ്റെ തേയ്മാനത്തിനനുസരിച്ച് നമ്മൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻറ്റേർണൽ എക്സ്പാൻഡിങ് ബ്രേക്കാണ്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇൻറ്റേർണൽ എക്സ്പാൻഡിങ് ബ്രേക്ക് എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇൻറ്റേർണൽ എക്സ്പാൻഡിങ് ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എ ബ്രേക്ക് ഡ്രം ഈസ് അറ്റാച്ച്ഡ് കോൺസെൻട്രിക് ടു ദ ആക്സിൽ ഹബ്. ആക്സിൽ ഹബിന് കോൺസെൻട്രിക് ആയിട്ടാണ് ഈ ബ്രേക്ക് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത എന്താണ്, ഓൺ ദ ആക്സിൽ കേസിംഗ് ഈസ് മൗണ്ടഡ് എ ബാക്ക് പ്ലേറ്റ്. എന്താണ് ആക്സിൽ കേസിംഗ് എന്താ ചെയ്തിട്ടുള്ളത്? ആക്സിൽ കേസിങ്ങിന് മുകളിൽ എന്ത് വന്നിട്ടുണ്ട്? ഒരു ബാക്ക് പ്ലേറ്റ് വന്നിട്ടുണ്ട്. ആ ബാക്ക് പ്ലേറ്റിലേക്കാണ് ഇതെല്ലാം കൂടി കൊണ്ടുപോയി വെക്കുന്നത്. ഇൻ കേസ് ഓഫ് ഫ്രണ്ട് ആക്സിൽ ബാക്ക് പ്ലേറ്റ് ഈസ് ബോൾട്ടഡ് ടു ദ സ്റ്റിയറിംഗ് നക്കിൾ. ഫ്രണ്ട് ആക്സിലിൻ്റെ കേസിൽ എന്ത് വരണം? ഫ്രണ്ട് ആക്സിൽ അവിടെ സ്റ്റിയറിംഗ് സിസ്റ്റം വരുന്നതുകൊണ്ട് ബാക്ക് പ്ലേറ്റും അതിനനുസരിച്ച് ടിൽറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, ആ ഒരു സ്റ്റിയറിംഗ് നക്കിളിൻ്റെ ആ പോർഷനിലേക്കാണ് ഈ ഒരു കണക്ഷൻ നമ്മൾ സാധാരണ ഫ്രണ്ട് ആക്സിലിൻ്റെ കേസിൽ കൊടുക്കാറുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പോർഷനിലേക്ക് പോകും. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കോൺട്രാക്റ്റിംഗ് ബ്രേക്ക്. എക്സ്റ്റേണൽ കോൺട്രാക്റ്റിംഗ് ബ്രേക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാർക്കിംഗ് ബ്രേക്കുകളാണ്. പാർക്കിംഗ് ബ്രേക്സ്. ഈ പാർക്കിംഗ് ബ്രേക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡറി ബ്രേക്സ് ആണ്. അപ്പോൾ ഡ്രമ്മിന് ചുറ്റുമായിട്ടൊരു ബാൻഡ് ഉണ്ടായിരിക്കും, ഒരു ബ്രേക്ക് ബാൻഡ്. ഈ ബ്രേക്ക് ബാൻഡ് ചുരുങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രമ്മിനെ നമുക്ക് പെർമനൻ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ സാധിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുക. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയുക. ദ ഹാൻഡ് ബ്രേക്ക് ഓപ്പറേറ്റ്സ് ഓൺ റിയർ വീൽസ് ഓൺലി. റിയർ വീലുകൾ, പുറകിലെ വീലുകളിലാണ് ഹാൻഡ് ബ്രേക്ക് സാധാരണ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ദ ബ്രേക്ക് ബാൻഡ് ഹാവിങ് ലൈനിങ് ഓഫ് ഫ്രിക്ഷണൽ മെറ്റീരിയൽ എന്നുണ്ടായിരിക്കും. ബ്രേക്ക് ബാൻഡ് എന്ന് പറയുന്ന ആസ്പെറ്റോസിൻ്റെയൊക്കെ ഫ്രിക്ഷണൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബ്രേക്ക് ബാൻഡ് നമ്മൾ നിലവിൽ ഉപയോഗിക്കുക. അപ്പോൾ ബ്രേക്ക് ഷൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബ്രേക്ക് ഷൂ എന്ന് പറയുന്ന ഒരു T ഷേപ്പിലാണ് ബ്രേക്ക് ഷൂ വരുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് ഷൂവിൻ്റെ മേലെ ലൈനർ ഇവിടെ നമ്മൾ ഒട്ടിച്ചതായിട്ടാണ് കാണുന്നത്, അല്ലാതെ റിവറ്റ് ചെയ്യുന്ന കേസസും ഉണ്ട്. ഇത് ചെറിയൊരു വാഹനത്തിൻ്റെ ആയതുകൊണ്ടാണ് ഇവിടെ ഒട്ടിച്ചത്. അപ്പോൾ 2 ബ്രേക്ക് ഷൂസ് ആർ ആങ്കേർഡ് ഓൺ ദ ബാക്ക് പ്ലേറ്റ്. ബാക്ക് പ്ലേറ്റിലേക്കാണ് ഈ ബ്രേക്ക് ഷൂസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആങ്കർ ചെയ്ത് കൊടുക്കുന്നത്. ഫ്രിക്ഷൻ ലൈനിങ്സ് ആർ മൗണ്ടഡ് ഓൺ ദ ബ്രേക്ക് ഷൂ. ഫ്രിക്ഷൻ ലൈനിങ്സ് എന്ത് ചെയ്യും, ഈ ബ്രേക്ക് ഷൂവിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യും. 1 or 2 റിട്രാക്റ്റിംഗ് സ്പ്രിങ്സ് ആർ യൂസ്ഡ് ടു കീപ് ദ ബ്രേക്ക് ഷൂ അവേ ഫ്രം ദ ഡ്രം. ഇവിടെ ഇങ്ങനെ റിട്രാക്റ്റിംഗ് സ്പ്രിങ് 1 അല്ലെങ്കിൽ 2 ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, ഡ്രമ്മിൽ നിന്നും ഇതിനെങ്ങനെ മാറ്റി നിർത്തും. 1 end ആങ്കേർഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഫോഴ്സ്ഡ്. ഒരു എൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ആങ്കർ ചെയ്യും. അടുത്ത എൻഡ് ഇവിടെ ഈ ഭാഗത്ത് എന്ത് ചെയ്യും, നമ്മൾ ഫോഴ്സും കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കും, ഒരു ഭാഗം മാത്രം ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ട് ആ ഭാഗത്ത് തേയ്മാനം കൂടുതലായിട്ട് വരുമെങ്കിലും ആ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നടക്കും. അതാണ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ, കാസ്റ്റ് അയൺ ഓർ അലുമിനിയം. എന്താണ് ഈ ഒരു ഷൂ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, സ്റ്റീലോ കാസ്റ്റ് അയണോ അല്ലെങ്കിൽ അലുമിനിയോ കൊണ്ടായിരിക്കും. ദ മോഡേൺ വെഹിക്കിൾ എംബോയ് പ്രസ്ഡ് സ്റ്റീൽ ബ്രേക്ക് ഷൂസ്. പ്രസ്ഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ബ്രേക്ക് ഷൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ഷൂസ് ആ T സെക്ഷൻ ആയിരിക്കും ബ്രേക്ക് ഷൂവിന് സാധാരണ നമ്മൾ കാണുന്നത്. ഇനി എന്താണ് ഹൈഡ്രോളിക് ബ്രേക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലേ ഔട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതിൻ്റെ ലേ ഔട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് മാസ്റ്റർ സിലിണ്ടറും അതുപോലെ തന്നെ വീൽ സിലിണ്ടറും. ഇവിടെ വരുന്നൊരു കാലിപ്പർ അസംബ്ലി. കാരണം ഇവിടെ മുൻഭാഗത്ത് എന്ന് പറയുന്ന ഡിസ്ക് ബ്രേക്ക് അസംബ്ലിയാണ് കാണിച്ചിരിക്കുന്നത്, പുറഭാഗത്ത് എന്താണ് ഡ്രം ബ്രേക്ക് അസംബ്ലിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാസ്റ്റർ സിലിണ്ടർ വഴി നമ്മളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡാണ്, പാസ്കൽ ലോയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് ആ ഒരു ഹൈഡ്രോളിക് പ്രഷർ ആക്ട് ചെയ്യുകയും ഫ്രണ്ടിലുള്ള ഡിസ്ക് ബ്രേക്കുകളെ ഓപ്പറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പുറകിലുള്ള ഡ്രം ബ്രേക്കുകളെയും ശരിയായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ലേ ഔട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ലേ ഔട്ട് എന്ന് പറയുന്നത്. സാധാരണ ചോദിക്കാറുള്ളൊരു ഭാഗം തന്നെയാണ്. സോ മാസ്റ്റർ സിലിണ്ടർ വരുന്നു, ബ്രേക്ക് പെഡൽ വരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റീൽ പൈപ്പ് ലൈൻസ് വരുന്നുണ്ട്, അതിൻ്റെ യൂണിയൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കാലിപ്പർ അസംബ്ലിയും ഡിസ്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രം ബ്രേക്ക് അസംബ്ലിയും അതുപോലെ തന്നെ വീൽ സിലിണ്ടർ അസംബ്ലിയും അവിടെ വരുന്നുണ്ട്. അത്രയും ഭാഗങ്ങൾ കാണിക്കണം. അപ്പോൾ എന്താണ് മോസ്റ്റ് ഓഫ് ദ കാർ ടുഡേ ഹാവിങ് ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് ബ്രേക്സ്. ഒരു ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിളോ അല്ലെങ്കിൽ ഒരു മീഡിയം ഡ്യൂട്ടി വെഹിക്കിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവിടെ ഉപയോഗിക്കുന്നത് ഏത് തന്നെയായിരിക്കും, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം തന്നെയായിരിക്കും സാധാരണ അവിടെ യൂസ് ചെയ്യുന്നത്. ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് അപ്പോൺ പാസ്കൽസ് പ്രിൻസിപ്പിൾ. പാസ്കൽ പ്രിൻസിപ്പിളിന് അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ കമ്പോണൻസ് ഓഫ് ഹൈഡ്രോളിക് ബ്രേക്സ് എന്തൊക്കെയാണ്, മാസ്റ്റർ സിലിണ്ടർ, വീൽ സിലിണ്ടർ, സ്റ്റീൽ പൈപ്പ് ലൈൻസ്, യൂണിയൻസ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ഹോസസ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, മാസ്റ്റർ സിലിണ്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന
ഒരു ഭാഗമാണ് മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മാസ്റ്റർ സിലിണ്ടർ കൺസിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? 2 സെക്ഷൻസ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫ്ലൂയിഡ് റിസർവോയർ വരുന്നുണ്ട്, ഒരു കംപ്രഷൻ ചേമ്പറും വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് മാസ്റ്റർ സിലിണ്ടറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് റിസർവോയർ അറിയുന്നത് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കംപ്രഷൻ ചേമ്പർ എന്ന് പറയുന്നത് അവിടെ പിസ്റ്റൺ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്രഷൻ ചേമ്പർ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 2 പോർട്ടുകൾ വരുന്നുണ്ട്. ഇതാ 2 പോർട്ടുകൾ, ഒരു ഇൻടേക്ക് പോർട്ട്, ഒരു ബൈപ്പാസ് പോർട്ട്. ഈ ഇൻടേക്ക് പോർട്ടിന് തന്നെയാണ് നമ്മൾ ഫില്ലർ പോർട്ട് എന്ന്, റീകൂപ്പറേഷൻ പോർട്ട് എന്ന് പറയുന്നത്. റിലീഫ് പോർട്ടിന് അല്ലെങ്കിൽ ബൈപ്പാസ് പോർട്ടിന് തന്നെയാണ് നമ്മൾ റിലീഫ് പോർട്ട് അല്ലെങ്കിൽ കോമ്പൻസേഷൻ പോർട്ട് എന്ന് പറയും. പിന്നെ പിസ്റ്റൺ ഹോൾസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഈ പിസ്റ്റൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് എന്തുണ്ട്, പിസ്റ്റൺ ഹോളുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോൾസ് കൂടെ നമുക്ക് നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മാസ്റ്റർ സിലിണ്ടറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നമ്മളിവിടെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് നിന്ന് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും, അത് ബൈപ്പാസ് പോർട്ട് വഴി കംപ്രഷൻ ചേമ്പറിലേക്ക് കയറി നിറയും. അപ്പോൾ നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ പുഷ് റോഡ് ഈ പിസ്റ്റണെ മുന്നിലേക്ക് നീക്കുകയും ഈ ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്യുകയും അതുവഴി ഇത് എങ്ങോട്ട് പോകും, വീൽ സിലിണ്ടറിലേക്ക് പോയി വീൽ സിലിണ്ടർ ഓപ്പറേറ്റ് ചെയ്ത് ബ്രേക്ക് സിസ്റ്റത്തിനെ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് പ്രസ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്. എന്നാൽ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത്, ബ്രേക്ക് പെഡൽ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത് അങ്ങനെയല്ല. റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ പിസ്റ്റൺ അസംബ്ലി ഇങ്ങോട്ട് പുറകിലേക്ക് പോയാലും പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല, ഈ ചെക്ക് വാൽവ് ഇവിടുന്ന് ഓപ്പൺ ആയി കൊടുക്കില്ല. കാരണം ചെക്ക് വാൽവ് കുറച്ച് നേരം ക്ലോസ്ഡ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പോയ പ്രഷർ എന്ന് പറയുന്നത് ഇങ്ങോട്ട് കയറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു വാക്വം നിലവിലിവിടെ അനുഭവപ്പെടും. ഇതിൻ്റെ ഉൾഭാഗത്തൊരു വാക്വം അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിസ്റ്റൺ എന്തായിട്ടുണ്ടാവില്ല, ബൈപ്പാസ് പോർട്ട് കഴിഞ്ഞുകൊണ്ട് പുറകിലേക്ക് നീങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻടേക്ക് പോർട്ട് വഴി വന്നിട്ടുള്ള ഫ്ലൂയിഡ് ഈ പിസ്റ്റൻ്റെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അത് പിസ്റ്റൺ ഹോളിലൂടെ കയറി ഈ ഒരു റബ്ബർ സീലിനെ, ഇതിന് നമ്മൾ പ്രൈമറി സീൽ എന്ന് പറയും, ഈ റബ്ബർ സീലിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ചാടുകയും ഇവിടെയുള്ള വാക്വത്തിനെ ഇല്ലാതെയാക്കുകയും ചെയ്യും. അതേ സമയത്ത് തന്നെ ഓപ്പൺ ആവുകയും ചെയ്യും, നമ്മളുടെ ഈ ചെക്ക് വാൽവ് ഓപ്പൺ ആവുകയും ചെയ്യും. ഇതിലൂടെ പോയ ഫ്ലൂയിഡ് ഇങ്ങോട്ട് തന്നെ വരും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടുത്തെ ലൈനിലുള്ള റെസിഡ്യുവൽ പ്രഷർ എന്ന് പറയുന്നത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇങ്ങനെ ഒരു മെക്കാനിസം റിലീസ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൽ ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ലൈൻസിൽ വരുന്ന പ്രഷറിനെ നമുക്കൊരു പർട്ടിക്കുലർ പ്രഷറിൽ നമുക്കതിനെ കീപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് വീൽ സിലിണ്ടറാണ്. മാസ്റ്റർ സിലിണ്ടറിൽ നിന്നും നേരെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് പോകുന്ന വീൽ സിലിണ്ടറുകളിലേക്കാണ്. വീൽ സിലിണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യുന്നു, അത് ഡ്രമ്മുകളെ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 ബ്രേക്ക് ഷൂകളെ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഡ്രമ്മുകളിലേക്ക് ബ്രേക്ക് ഷൂകളെ കൊണ്ടുപോയി ടച്ച് ചെയ്യിച്ച് ഡ്രമ്മിൻ്റെ കറക്കത്തിന് സ്റ്റോപ്പ് ചെയ്യുകയാണ് നിലവിൽ ആര് ചെയ്യുന്നത്, വീൽ സിലിണ്ടർ ചെയ്യുന്നത്. അപ്പോൾ വീൽ സിലിണ്ടർ ഈസ് ആൾസോ കാൾഡ് സ്ലേവ് സിലിണ്ടർ. വീൽ സിലിണ്ടറിനെ നമ്മൾ സ്ലേവ് സിലിണ്ടർ എന്നിവിടെ പറയാറുണ്ട്. ഈ വീൽ സിലിണ്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നത് ബാക്ക് പ്ലേറ്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഈ വീൽ സിലിണ്ടറിൽ എന്തുണ്ടായിരിക്കും, ഒരു ബ്ലീഡർ ഹോൾ ഉണ്ടായിരിക്കും. എയർ കുടുങ്ങിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലീഡർ ഹോൾ ഇതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ പിസ്റ്റൺ കപ്പ്, അതായത് ഈ ഭാഗം പിസ്റ്റൺ കപ്പ് എന്ന് പറയുന്ന ഈ ഭാഗം എന്തിനു വേണ്ടി സഹായിക്കും, ഇവിടെ വരുന്ന ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇതിലൂടെ ലീക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, സീൽ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു പിസ്റ്റൺ കപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് മാസ്റ്റർ സിലിണ്ടറിൽ നിന്നും വരുന്ന ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഈ ഇൻടേക്ക് പോർട്ട് വഴി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ 2 പിസ്റ്റണുകളെയും 2 ഭാഗത്തേക്കുമായിട്ട് നീക്കും. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഷൂകൾ സംഭവിക്കും, 2 ഭാഗത്തേക്കുമായിട്ട് നീങ്ങും. അത് ഡ്രമ്മിൻ്റെ കറക്കത്തിന് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ഇത് കാലെടുക്കുമ്പോൾ, ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുക്കുമ്പോൾ മാസ്റ്റർ സിലിണ്ടറിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഈ ഭാഗത്തു നിന്നാണ് റിലീസ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിസ്റ്റണുകൾ എന്ത് ചെയ്യും, പഴയ അവസ്ഥയിലേക്ക് തന്നെ വരും. അതിനിവിടെ റിട്രാക്റ്റിംഗ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു സ്പ്രിംഗ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ബ്രേക്ക് സിസ്റ്റം മാത്രമാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ബ്രേക്ക് സിസ്റ്റം ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട പോർഷൻസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇത്രയും പോർഷൻസ് എന്ന് പറയുന്നത്. വേറെ ഏത് പോർഷൻ പഠിച്ചില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പോർഷൻസ് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം, അതുപോലെ തന്നെ മാസ്റ്റർ സിലിണ്ടർ, അതുപോലെ തന്നെ വീൽ സിലിണ്ടർ, അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക്, ഡ്രം ബ്രേക്ക് എന്നിങ്ങനെ പറയുന്ന ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, നല്ല വ്യക്തമായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.